ഇനി കാർഷിക വാർത്തകൾ. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതോടെ കടൽ മീനുകൾക്ക് പൊന്നും വില. ലഭ്യത കുത്തനെ കുറഞ്ഞതും കടലിലെ പ്രതികൂല കാലാവസ്ഥയും ചേർന്നതോടെ മത്സ്യവില റെക്കോർഡ് ഉയരത്തിലെത്തി. ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ ജില്ലയിലെ മത്സ്യവിപണികളിൽ വിലക്കയറ്റം രൂക്ഷമായി. മാസങ്ങളായി മീനിന് ഉയർന്ന വില തുടരുന്നതിനിടെയാണ് നിരോധനവും വന്നത്. ഇതോടെ പലയിനം മത്സ്യങ്ങളുടെ വില ഇരട്ടിയിലധികമായി ഉയർന്നു. മുൻകാലങ്ങളിൽ കിലോയ്ക്ക് 50 രൂപ വരെ ലഭിച്ചിരുന്ന ചില മത്സ്യങ്ങൾക്ക് ഇപ്പോൾ 200 രൂപയ്ക്ക് മുകളിലാണ് വില. സാധാരണക്കാരുടെ ഇഷ്ടമീനായ മത്തി കിലോയ്ക്ക് 360 രൂപ വരെയായി. മഴക്കാലത്ത് ചെറുതോണി മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല തോതിൽ മീൻ ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. കടലിലെ മോശം കാലാവസ്ഥ കാരണം പല ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല. ഇതോടെ തീരപ്രദേശങ്ങളിലെ മത്സ്യലഭ്യത നാമമാത്രമായി. പ്രാദേശികമായി മീൻ ലഭിക്കാത്തതിനാൽ മറ്റു ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന മത്സ്യമാണ് വിപണിയിലെത്തുന്നത്. എന്നാൽ ഉയർന്ന വില കാരണം വിൽപ്പനയും കാര്യമായി കുറയുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. കടൽ ഇളകി മറിഞ്ഞ് മത്സ്യപ്രജനനം ശക്തമായാൽ അടുത്ത 2 മാസത്തിനുള്ളിൽ സീസൺ സജീവമാകുമെന്നും അതോടെ വിലയിൽ ആശ്വാസം ഉണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും പ്രതീക്ഷ. അതേസമയം മീനിനൊപ്പം ഇറച്ചിക്കോഴി വിലയും ഉയർന്ന നിലയിൽ തുടരുകയാണ്. പെരുന്നാൾ സീസണിൽ വർദ്ധിച്ച വില ഇതുവരെ താഴ്ന്നിട്ടില്ല. നിലവിൽ കോഴിയിറച്ചിക്ക് കിലോയ്ക്ക് 240 രൂപയോളമാണ് വിപണി വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ആശ്വാസമായി കൃഷി വകുപ്പിന്റെ പുതിയ ഇടപെടൽ. പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശങ്ങൾക്ക് വേഗത്തിൽ സഹായവും നഷ്ടപരിഹാരവും ഉറപ്പാക്കാൻ സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും ജില്ലാതല ഹെൽപ്പ് ലൈൻ സംവിധാനവും പ്രവർത്തനം ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ത്വരിത സഹായം ലഭ്യമാക്കാൻ കൃഷിവകുപ്പ് സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും എല്ലാ ജില്ലകളിലും പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനവും ആരംഭിച്ചു. കർഷകരുടെ പരാതികളും സംശയങ്ങളും അടിയന്തരമായി പരിഗണിച്ച് ആവശ്യമായ ഇടപെടലുകൾ ഉറപ്പാക്കുകയാണ് പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം. എയിംസ് പോർട്ടൽ മുഖേന സമർപ്പിക്കുന്ന അപേക്ഷകരുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡേറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൃഷിനാശ റിപ്പോർട്ടുകൾ, അപേക്ഷകളുടെ നിലവിവരങ്ങൾ, നഷ്ടപരിഹാര വിവരണ പുരോഗതി എന്നിവ സംസ്ഥാന തലത്തിൽ നേരിട്ട് വിലയിരുത്താൻ ഇതിലൂടെ സാധിക്കും. കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിലെ കാവിലുംപാറ, മരുതോങ്കര പ്രദേശങ്ങളിലെ കൃഷിനാശങ്ങൾക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി. പ്രകൃതിക്ഷോഭം, രോഗകീടബാധ, വന്യജീവി ആക്രമണം എന്നിവ മൂലമുള്ള കൃഷിനാശങ്ങൾക്ക് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാര പദ്ധതിയുടെയും ആനുകൂല്യങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കുകയാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം. നാശനഷ്ടം സംഭവിച്ച കൃഷിഭവൻ ഉദ്യോഗസ്ഥർ 24 മണിക്കൂറിനധികം FIR തയ്യാറാക്കി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. തുടർന്ന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ കർഷകർ അപേക്ഷ സമർപ്പിച്ചാൽ നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയും അനിശ്ചിതത്വവും കൊച്ചി തേയില ലേലത്തെയും ബാധിച്ചു. US-ഇറാൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഓർത്തഡോക്സ് തേയിലയുടെ കയറ്റുമതി ആവശ്യകത കുറഞ്ഞതോടെ കിലോയ്ക്ക് ശരാശരി 6 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കൊച്ചി തേയില ലേലത്തിലെ 24ാം വിൽപ്പനയിൽ ഓർത്തഡോക്സ് തേയില വിപണിക്ക് തിരിച്ചടിയായി പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ. US-ഉം ഇറാനും തമ്മിലുള്ള പുതിയ സംഘർഷങ്ങൾ കയറ്റുമതി ആവശ്യകതയെ ബാധിച്ചതോടെയാണ് വില താഴ്ന്നത്. ഗൾഫ് രാജ്യങ്ങളിലെയും CIS വിപണികളിലെയും വാങ്ങുന്നവർ താൽപര്യം തുടരുന്നുണ്ടെങ്കിലും കപ്പൽ ഗതാഗതത്തിലെ അനിശ്ചിതത്വവും ചരക്കെത്തുന്നതിലെ കാലതാമസ സാധ്യതയും കാരണം പല ഇറക്കുമതിക്കാരും വാങ്ങൽ താൽക്കാലികമായി മാറ്റിവെക്കുകയാണ്. ഓർത്തഡോക്സ് ലീഫ് തേയിലയുടെ 2.55 ലക്ഷം കിലോ ലേലത്തിലെത്തിയതിൽ 85% വിറ്റുപോയെങ്കിലും ശരാശരി വില കിലോയ്ക്ക് 178 രൂപ 60 പൈസയായി താഴ്ന്നു. അതേസമയം CTC ഡസ്റ്റ് വിഭാഗത്തിൽ ആവശ്യകത മെച്ചപ്പെട്ടതോടെ മികച്ച ഇനങ്ങൾക്ക് കിലോയ്ക്ക് 1 മുതൽ 3 രൂപ വരെ വർധനയും രേഖപ്പെടുത്തി. കേരളത്തിലെ ലൂസ് ടീ വ്യാപാരികളുടെയും മറ്റ് സംസ്ഥാനങ്ങളിലെ വാങ്ങുന്നവരുടെയും പിന്തുണയും വിപണിക്ക് കരുത്തായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.